ഇവളെ ഒന്ന് ചിരിപ്പിച്ചിട്ട് വേണം കരുണാകരന്റെ മുഖത്ത് നോക്കി 4 ഡയലോഗ് അടിക്കാൻ. നോക്കാം. ജയന്തി, കരയുന്നവരോട് കരയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കരഞ്ഞിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ച് കുറെ ഉപദേശങ്ങൾ വിളമ്പുന്നതിലും അർത്ഥമില്ല. വിശക്കുന്നവന്റെ മുമ്പിൽ ചോറ് എന്ന് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ചോറ് വെച്ച് കൊടുത്താലേ കാര്യമുള്ളൂ. സങ്കടപ്പെടുന്നവരെ സമാധാനിപ്പിക്കുന്നതിൽ ഒരർത്ഥമില്ലെന്നാണോ നന്ദൻ പറയുന്നത്? സമാധാനിപ്പിക്കല്ല വേണ്ടത്, കരയുന്നവരെ സന്തോഷിപ്പിക്കാനുള്ള വഴി നോക്കാണ് വേണ്ടത്. ചിരിപ്പിക്കുകയാണ് വേണ്ടത്. സന്തോഷിക്ക് ചിരിക്ക എന്നൊക്കെ പറഞ്ഞ കരയുന്ന ആളെ കരച്ചിൽ നിർത്തിച്ചിരിക്കോ? നന്ദനോട് തർക്കിക്കണ്ട ജയന്തി ചേച്ചി. നന്ദൻ വിചാരിച്ചാ കരയുന്നവരെ ചിരിപ്പിക്കാൻ കഴിയും, അല്ലേ നന്ദ? അത് പറയുമ്പോ സൗസു എന്തിനാ ഇങ്ങനെ കുടുങ്ങുന്നത്? നന്ദനെ കാണുമ്പോ തന്നെ സൗസോ കുടുങ്ങാൻ തുടങ്ങും. അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രേവതിയുടെ തയ്യൽ മെഷീൻ കാലിയായതുപോലെ വൈകാതെ ഒരു തയ്യൽ മെഷീനും കൂടെ കാലിയാവും, അല്ലേ സൗസു? എനിക്കറിയില്ല, നന്ദൻ ചേട്ടനോട് ചോദിക്ക്. നന്ദൻ ചേട്ടനോ? അതെപ്പോ മുതല്? ഗോഡൌണിൽ വെച്ച് സൗന്ദര്യം നന്ദന്റെ നെഞ്ചിലേക്കൊന്ന് വീണത്രേ, അപ്പൊ മുതലാ. തലയടിച്ച് വീണാലേ ചിലപ്പോ വട്ടൂരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നെഞ്ചത്ത് വീണാ പ്രേമം വരുമെന്ന് ഞാൻ ഇപ്പഴാ കേക്കുന്നത്. നീ ഇതൊന്നും കേൾക്കുന്നില്ല പാറു. എല്ലാവരും ചിരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോ നീ മാത്രം ഇങ്ങനെ കരഞ്ഞു മുഖം വീർപ്പിച്ചിരിക്കുന്നത് ശരിയല്ല. ഒന്ന് ചിരിച്ചേ. പാർവതി ചിരിക്കില്ല, പക്ഷേ പാർവതിയെ ഞാൻ ചിരിപ്പിക്കും. അതെങ്ങനെ? ചെറിയൊരു മത്സരം, വേറൊന്നുമല്ല. ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങൾ ഓരോരുത്തരായി എന്റെ മുന്നിൽ വന്നിരിക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയും മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചിരിക്കാതെ പിടിച്ചു നിൽക്കുന്നവർക്ക് 100 രൂപ സമ്മാനം. ഞാൻ റെഡി. ഞാനും റെഡിയാ. ഞാനും റെഡിയാ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വാ. മോഹൻ ചില്ലേ. ഓക്കെ. മോഹൻ ദാ ഇതിലിരിക്കെ. ഇരിക്കെ. ചിരിക്കാൻ പാടില്ല. ഇല്ല, ചിരിക്കില്ല. ദേ, ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും മോഹൻ ചിരിക്കാൻ പാടില്ല. ചിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ? മത്സരം തുടങ്ങ്. ഓക്കെ. മോഹനെ അത്ര പെട്ടെന്നൊന്നും ചിരിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഇനി അഥവാ മോഹനെ എനിക്ക് ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചോ, എങ്ങനെയായിരിക്കും മോഹൻ ചിരിക്കുക? അതെന്താ ഇപ്പൊ ഇത്ര ചോദിക്കാൻ? ഇങ്ങനെ മോഹൻ ചിരിച്ചു, അപ്പോ മോഹൻ ഔട്ട്. ഇല്ലില്ല, ഞാൻ ചിരിച്ചില്ല. നീ ചോദിച്ചപ്പോ എങ്ങനെയാ ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു. അത് ചിരിപ്പിക്കാനുള്ള എന്റെ ട്രിക്കായിരുന്നില്ലേ? നീ ഔട്ട്. മോഹൻ ഔട്ട്. എഴുന്നേക്ക്. ഇനി അടുത്ത ആളിരിക്കെ. അടുത്തതാരാ? ഞാനിരിക്കാം, എന്നെ തോപ്പിക്കാൻ പറ്റില്ല. മോഹൻ എഴുന്നേറ്റോ, എഴുന്നേറ്റോ. തുടങ്ങാം. ഇല്ല, നിഷ ചേച്ചിക്ക് ചിരി വരുമോന്ന് എനിക്കറിയില്ല. പക്ഷേ നിഷ ചേച്ചിയുടെ മുഖം ഇങ്ങനെ അടുത്ത് കാണുമ്പോ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. നിഷ ചേച്ചി ഔട്ട്. ഇനി അടുത്തതാരാ? സൗസ് ചെല്ല്. എനിക്ക് തുടങ്ങാം. സൗന്ദര്യ സുന്ദരിയ ശരിക്കും. ഈ കണ്ണ്, ഈ മൂക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ചിരിക്കുമ്പോഴാ കുറച്ചുകൂടി സൗന്ദര്യം തോന്നുന്നത്. ചിരിക്കുന്ന സൗന്ദര്യമാണ് എനിക്കിഷ്ടം. ഇങ്ങനൊരു മണ്ടി. നന്ദൻ നിന്നെ ചിരിപ്പിക്കാൻ പറഞ്ഞതല്ലേ, നീ ഔട്ട്. നന്ദന്റെ ചിരി നല്ലതാ. അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം എഴുന്നേറ്റ് പൊയ്ക്കോ. അടുത്തതാരാ? പാറു. പാറു, നന്ദന്റെ മുന്നിൽ പോയിരിക്കെ. പാറു. വേണ്ട, ഞാൻ പാർവതിയുടെ മുന്നിൽ പോയിരുന്നോളാം. ജയന്തി കൊണ്ട് എഴുന്നേറ്റ് മാറ്. പാറു, ഈ കരയുന്ന പാർവതിയെ ഞാൻ 1 മിനിറ്റിനുള്ളിൽ ചിരിപ്പിക്കും. നിങ്ങൾ നോക്കൂ. പാറു.
പാർവതി, പാർവതി. അയ്യോ പാറു, 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 പാറു. വിളിച്ചിട്ട് അറിയുന്നില്ലല്ലോ ജയന്തി ചേച്ചി. നീ പോയി മോഹനെ വിളിച്ചിട്ട് വാ. പാറു, പാറു, പാറു.